വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, അബാറീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക. അത് കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹ്റോനെ പോലെ പിതാക്കന്മാരോട് ചേരും. സീൻ മരുഭൂമിയിൽ കാദേശിലെ മരിബ ജലാശയത്തിനടുത്ത് വെച്ച് കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുമ്പിൽ എൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എൻ്റെ കൽപ്പന ലംഘിച്ചു. മോശ കർത്താവിനോട് അപേക്ഷിച്ചു, അവിടുത്തെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിപ്പോകരുതേ. എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവൻ്റെയും കർത്താവ് ഞങ്ങളെ ഈ സമൂഹത്തിൻ്റെ മേൽ നയിക്കുവാൻ തിരുവുള്ള ഉണ്ടാകുമാറാകണമേ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നൂനിൻ്റെ മകനും ആത്മാവ് ഉൾക്കൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവൻ്റെ മേൽ നിന്റെ കൈവപ്പ് കൊടുക്കുക. പുരോഹിതനായ എലെയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പാകെ നിർത്തി അവർ കാണുക നീ അവനെ നിയോഗിക്കുക. ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് നൽകുക. അവൻ പുരോഹിതനായ എലെയാസറിൻ്റെ മുമ്പിൽ നിൽക്കണം. എലെയാസർ അവന് വേണ്ടി ഊറീം വഴി കർത്താവിൻ്റെ തീരുമാനം അന്വേഷിച്ചറിയണം. ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷുവയുടെ നേതൃത്വത്തിന് വഴങ്ങണം. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. അവൻ ജോഷുവയെ വിളിച്ച് പുരോഹിതനായ എലെയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പാകെ നിർത്തി അവൻ്റെ മേൽ കൈകൾ വെച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇവിടെ മോശയുടെ ആ യുഗം അവസാനിക്കുകയാണ്. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് എത്തിയിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുമ്പം കർത്താവ് പറഞ്ഞു, നീ നേരത്തെ അവരോട് പറഞ്ഞിരുന്നു. മരീബ ജലാശയത്തിൻ്റെ അടുത്ത് വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞിരുന്നു, നീ പാറയോട് കൽപ്പിക്കുക. നിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പാറയോട് കൽപ്പിക്കും, അവിടെ ജലം നിനക്ക് വേണ്ടി നൽകപ്പെടുമെന്ന്. എന്നാൽ അവിടെ മോശയും അഹ്റോനും കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിക്കണമോ? ഈ ചോദ്യം ദൈവത്തിന് അനിഷ്ടമായി. അവരല്ല യഥാർത്ഥത്തിൽ വെള്ളം കൊടുക്കുന്നത് കർത്താവാണെന്ന ആ സാക്ഷ്യം നൽകുന്നതിന് അവർ പരാജയപ്പെട്ടത് കാരണം അവർക്ക് വെള്ളമെല്ലാം കൊടുത്തു, അവരെ സംരക്ഷിച്ചെങ്കിലും ദൈവം അന്ന് പറഞ്ഞു, നീ വാഗ്ദത്ത ദേശത്ത് എത്തുകയില്ല എന്ന്. അതെ, അതിനു മുമ്പേ മരിച്ചു. അവസാനം ഇതാ ആ മലമുകളിൽ കൊണ്ട് നിർത്തിയിട്ട് നീ നോക്കി കണ്ടോളാൻ പറഞ്ഞു. കണ്ടിട്ട് പറഞ്ഞു, നീയും പോലെ മരിക്കും. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ നമുക്ക് ചില സന്ദേശമുണ്ട്. ആത്മാവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് ചേരാത്ത തീരുമാനമെടുത്താൽ നമ്മുടെ ഉള്ളിൽ ദൈവം മരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെയാണ് നമുക്ക് കുമ്പസാരത്തിൻ്റെ പ്രസക്തി. നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തികളിലൂടെ നമ്മൾ കടന്നുപോയി ആത്മാവ് ഉള്ളിൽ മരിക്കുന്ന ഈ അവസ്ഥയിൽ അതിന് ജീവൻ പിടിപ്പിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന പുരോഹിതൻ്റെ അടുത്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് അവൻ നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പാപത്തിന് പിഴ ചുമത്തിക്കൊണ്ട് നിന്നെ വീണ്ടും ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന മനോഹരമായ പ്രക്രിയയൊക്കെ ദൈവം നമുക്കായി തന്നിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. തന്നെയുമല്ല, വീണ്ടും ആ മോശയോട് ഇത് പറഞ്ഞിട്ടപ്പം മോശ നിലവിളിക്കുക, ഇസ്രായേൽ ജനത്തിനൊരു നേതാവില്ലാതെ പോകരുത്, അതിന് നേതാവിനെ കൊടുക്കുവാനും കൈവപ്പ് നൽകപ്പെടുകയാണ്. സഭയിലെ കൈവപ്പ് വഴി അധികാരം കൈമാറിപ്പോകുന്ന ഒരു പ്രക്രിയയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ കൈവപ്പ് അധികാരത്തിൻ്റെ കൈമാറ്റമാണെന്ന് നമുക്കറിയാമെന്ന്. ആ കൈവപ്പ് കിട്ടുന്നയാൾ ദൈവത്തിൻ്റെ കൈവപ്പാണ് കിട്ടുന്നത്. നമ്മുടെ പുരോഹിതന്മാർക്കും മേൽപ്പട്ടക്കാർക്കും ഒക്കെ കിട്ടുന്ന കൈവപ്പ് ദൈവത്തിൻ്റെ കൃപയുടെ നിറവാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. മനുഷ്യരായ അവരിൽ വീഴ്ചകളുണ്ടെങ്കിൽ പോലും അവരോട് ഏതെങ്കിലും മറുത്തു പറയാനോ അവരെ കൈവെക്കാനോ അവരുടെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാക്കാനോ നമുക്ക് അവകാശമില്ല എന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിയുക. പുരോഹിതരെ ബഹുമാനിക്കാനും മാനിക്കാനും
അവർ പറയുന്നത് അനുസരിക്കാനും ഇന്ന് ഈശോ ഇവിടെ നൽകപ്പെടുന്ന സന്ദേശം കൃത്യമാണ്. നമുക്ക് ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ സഭാധികാരികളെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, ആദരിക്കാൻ, ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണെന്നവരെന്നുള്ള നിലയിൽ അവരെ ഉൾക്കൊണ്ട് കടന്നു പോകാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ. അങ്ങനെ ദൈവജനം ഒറ്റക്കെട്ടോടെ ഒരു മനസ്സോടെ നീങ്ങാനുള്ള കൃപയും ദൈവം നമുക്ക് തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.